ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് മാർഗശീർഷ മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാനിത് ചെയ്യുന്നു. ലക്ഷ്മി നാരായണ പൂജ വളരെ നല്ല അനുഭവമാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് തുളസിയും ചെത്തിയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് അടർത്തി എല്ലാം വൃത്തിയാക്കി വെച്ചു. അതിനുശേഷം ഭഗവാന് ദക്ഷിണയായിട്ട് വയ്ക്കാൻ താമ്പൂലം വയ്ക്കില്ലേ, അപ്പോൾ അതിനുവേണ്ടി വെറ്റിലയും അടക്കി ഉണ്ടായിരുന്നില്ല, പക്ഷെ പൂക്കളും അതുപോലെ തന്നെ 2 ഏലക്കായും 2 ഗ്രാമ്പൂവും വെച്ചു. അതുകൂടാതെ ദക്ഷിണയും അതിൻ്റെ ഒപ്പം തന്നെ വയ്ക്കുകയും ചെയ്തു. പൂമാലയൊക്കെ റെഡിയാക്കുകയും ചെയ്തു. അത് ഞാൻ വെങ്കടേശ്വര സ്വാമിയുടെ ഒരു ഫോട്ടോ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പൂമാല റെഡിയാക്കി, പിന്നെ കുറച്ച് പൂക്കളും കൂടെ ഒന്ന് ഭഗവാനെ അലങ്കരിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് എല്ലാ പൂജകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. ഞാൻ എടുത്തില്ല അത് വീഡിയോയിൽ. അപ്പം ഞാൻ നല്ല ഒരു ചുവന്ന നിറത്തിലെ ഡ്രസ്സാണ് ഭഗവാന് തയ്ച്ചിട്ടിരിക്കുന്നത്. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും, അതായത് മാർഗശീർഷ മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചയും ഓരോ കളറിലുള്ള പുതിയ പുതിയ ഡ്രസ്സുകൾ തയ്ച്ച് ഭഗവാന് ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തെ വ്യാഴാഴ്ച ഞാൻ ചുവന്ന നിറത്തിലുള്ള ഡ്രസ്സാണ് ഭഗവാന് തയ്ച്ചിട്ടിരിക്കുന്നത്. ലക്ഷ്മി നാരായണ പൂജ ചെയ്യണമുണ്ട്. ഐശ്വര്യാഭിവൃദ്ധിയാണ് ഫലം. ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെത്തിച്ചേരാനും ലക്ഷ്മി നാരായണ പൂജ സഹായിക്കും. വൈകുന്നേരമാണ് ഞാൻ ലക്ഷ്മി നാരായണ പൂജ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചെറിയ വിഷ്ണു ലക്ഷ്മി വിഗ്രഹമുണ്ട്, അത് ഞാൻ അഭിഷേകം ചെയ്തു. അതിനുശേഷം ഞാൻ അഷ്ടോത്തരം ചൊല്ലി, വിഷ്ണു അഷ്ടോത്തരവും ചൊല്ലി, ലക്ഷ്മി അഷ്ടോത്തരവും ചൊല്ലി. അതുപോലെ തന്നെ പ്രസാദം നൈവേദ്യമായിട്ട് ഞാൻ തൈര് സാദവും കപ്പലണ്ടി മിഠായും പഴമാണ് വെച്ചിരിക്കുന്നത്. വെള്ളം 2 സൈഡിലുമായിട്ട് 2 ചെറിയ വാഴകളും വെച്ചിട്ടുണ്ട് അലങ്കാരത്തിനായിട്ട്. അതുപോലെ തന്നെ പൂമാലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു പ്രത്യേക ഭംഗി എനിക്ക് തോന്നി അങ്ങനെ അലങ്കരിച്ചപ്പോൾ. താങ്ക് യു ഫോർ വാച്ചിങ്.